നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്ന് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ 40 വയസ്സുള്ള ഒരു സ്ത്രീ തനിക്ക് പരിചയമുള്ള ഒരാളോട് സംസാരിച്ചതിന് അവർക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നു എന്നാണ് വ്യക്തമാകുന്നത്. ആ യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. 5 മണിക്കൂറോളം തടങ്കലിൽ വെച്ച് വിചാരണ ചെയ്യുന്നു. മനം നൊന്ത് ആ യുവതി ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് കൃത്യസ്ഥാനത്തെത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തിയതിനു ശേഷം അവർ ആത്മഹത്യ ചെയ്യുന്നു. ഇതോ പ്രബുദ്ധ കേരളം. ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നു. പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അത് അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദറ്, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ SDPI ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. ഞാൻ സംസാരിക്കാനൊന്നും നിന്നില്ല. ഞാനൊന്നും ഒരക്ഷരം ചോദിച്ചില്ല. ഏതായാലും പയ്യനെ ഞാൻ ഗ്രൗണ്ടിൽ വെച്ച് കണ്ട കാരണം പിന്നെ എനിക്കൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ ഓഫീസിൻ്റെ ഉള്ളിലായിരുന്നു. ഒരു 10-20 പേരുണ്ടാവും. ഓഫീസിലില്ല, ഓഫീസിൻ്റെ പുറത്തുണ്ടാവും കുറേ പേര്. ഞാൻ ആരെയും നോക്കില്ല. എന്താണെന്ന് ഒന്നാമത് എനിക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഒരു മാനക്കേടാണല്ലോ. അത് കാരണം ഞാൻ ആരെയും നോക്കി ആരൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. യെസ്, നമ്മുടെ കേരളത്തിൽ പാറപ്പുറം സമ്മേളനം നടന്ന പിണറായിക്ക് തൊട്ടടുത്തുള്ള പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണമാണ് കേട്ടത്. SDPI ഓഫീസിലേക്ക് രക്ഷിതാക്കളെ അടക്കം വിളിച്ചു വരുത്താൻ മാത്രം എന്തധികാരമാണ് ഈ ഭരണഘടന ഈ സംഘടനയ്ക്ക് നൽകിയത് എന്ന ചോദ്യം ഉയരുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മതങ്ങാണോ ഇവർക്ക് കരുത്താകുന്നത്? ഇങ്ങനെയൊക്കെ അധപ്പതിക്കാൻ ഈ മതം നൽകുന്ന പിന്തുണയാണോ ഇവർക്ക് കരുത്താകുന്നത്? അതിനപ്പുറത്തേക്ക് എന്ത് അവകാശങ്ങളാണ്, എന്ത് അധികാരങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്ന ചോദ്യവും ഉയരുകയാണ്. ഇതൊക്കെ ചെയ്യാൻ കേരളത്തിൽ എന്തുകൊണ്ട് പോലീസ് അനുവദിക്കുന്നു എന്ന മറുചോദ്യവും ഉയരുകയാണ്. ഇവിടെ ക്രമസമാധാനം തകർന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടുള്ളതായിരുന്നു. അതാണ് ന്യൂസ് 18 പൊതുവേദി എന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യം വെക്കുന്നത്. ആദ്യം ശ്രീ രാജേഷ് എന്നോടൊപ്പം നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. രാജേഷ്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം കഴിഞ്ഞ ആളുകൾ മടങ്ങുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഇത് നോക്കൂ, സംഭവിച്ചിരിക്കുന്ന ഒരു സാധാരണ സ്ഥലത്തല്ല, പിണറായി പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജനാധിപത്യ കേരളം ഇതിനെ എങ്ങനെ ഉറ്റുനോക്കണമെന്നാണ് രാജേഷ് കരുതുന്നത്? ഇതിനെന്ത് നടപടി ഉണ്ടാകുമെന്നാണ് രാജേഷ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് കേൾക്കാൻ പാടില്ലാത്ത ഒരു ന്യൂസാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് കർശനമായ നിയമങ്ങൾ, നമ്മുടെ നിയമം അതിലൊരു സ്ട്രോങ് അല്ലാത്തതാണ് ഇത്തരം നടപടികളിലേക്കൊക്കെ ഉണ്ടാവാനുള്ള കൂടുതൽ പ്രേരകമാവുന്നത്. ആളുകൾക്ക് ശക്തമായ നിയമ സംവിധാനം ശക്തമായാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് തടുത്തു നിർത്താനാവൂ ഭാവിയിലെങ്കിലും. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണം. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും, അല്ലെങ്കിൽ മറ്റുള്ള ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങളാണ്. ആ കാര്യം നമ്മുടെ ഇന്ത്യയിൽ പലയിടത്തും, അത് കേരളം എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ പലയിടത്തും അത് സംഭവിക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ പോരായ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നത് മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദ്, നിയമത്തെ മാത്രം കുറ്റം പറഞ്ഞ് ഈ സംഭവത്തിൽ നമുക്ക് നിരാലംബരായി നോക്കി നിൽക്കാൻ കഴിയുമോ? ഇനി എന്ത് മാറ്റം വേണം എന്ന വലിയ ചോദ്യം എവിടെ നിന്നൊക്കെ ഉയരുന്നു? എനിക്ക് തോന്നുന്നു ശ്രീ മുഹമ്മദ് നമസ്കാരം. ഇത് ഇപ്പോ ഇവരിങ്ങനെ ചെയ്ത് വളരെയധികം മോശമായി. കാരണം എന്താ വെച്ചാൽ ഒരു ആണിയായിട്ട് സംസാരിക്കല്ലേ ചെയ്തിട്ടുള്ളൂ.
അതിനിങ്ങനെയൊക്കെ ആ പെൺകുട്ടിയാണെങ്കിൽ പോയി മരിച്ചു. പിന്നെ ഓനാണെങ്കിൽ ഒരു മർദ്ദിച്ചു. ഇത് വളരെ മോശം. ഇവിടെ എല്ലാ മഞ്ചേരി എല്ലാ ലോഡ്ജിലും ബസ് സ്റ്റാൻഡിലും ബാർ റോഡത്തും ഒക്കെ ഈ പല സ്ത്രീകളും അതിൽ ഇന്ന ജാതി എന്നുള്ളതല്ല, എല്ലാ ആൾക്കാരും ഇപ്പോൾ ഈ ലോഡ്ജിൽ കയറി ഇറങ്ങിയ ആളെ ഇഷ്ടാനുസരണം പോയിക്കൊണ്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ശ്രീ മുഹമ്മദ് മഞ്ചേരി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം അങ്ങേക്ക് നടത്താൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ ലോഡ്ജിൽ കയറി ഇറങ്ങുന്നു ഇഷ്ടാനുസരണം എന്നൊക്കെ പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായില്ല. അതുപോലെയാണോ ഈ സംഭവം? ഒരു മനുഷ്യനോട് സംസാരിച്ചതിനാണ് സ്ത്രീകൾ ലോഡ്ജിൽ കയറി ഇറങ്ങുന്നതിന് ഇഷ്ടാനുസരണവും ഇതുമായി എന്ത് ബന്ധം? സ്ത്രീകൾക്ക് ഇഷ്ടാനുസരണം ലോഡ്ജിൽ പോയിക്കൂടെ? സ്ത്രീകൾക്ക് പോകാം, പക്ഷെ അവരെ വേറെ ആൾക്കാർ കൊണ്ടുപോവുകയാണ്. അവരെ ആരെ കൊണ്ടുപോയിക്കോട്ടെ, അതിനൊക്കെ നോക്കാൻ ഈ നാട്ടിൽ നിയമവും പോലീസും ഉണ്ടല്ലോ. നിയമവിരുദ്ധമായ എന്തെങ്കിലും കണ്ടാൽ പോലീസിനെ അറിയിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ആൾക്കൂട്ട വിചാരണ നടത്തുന്നു, സ്വയം ജഡ്ജിമാരെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. ഇതിന് ഈ മതത്തിന്റെ എന്തെങ്കിലും പിന്തുണ ഉണ്ടോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എങ്ങനെ ഇതിന് മതം എന്തെങ്കിലും പിന്തുണ നൽകുന്നുണ്ടോ? മതപണ്ഡിതർ ഇതിന് പിന്തുണ നൽകുന്നുണ്ടോ? ഒരു പിന്തുണയും നൽകുന്നില്ല. ഞാൻ ഈ പെണ്ണ് മരിച്ചതിൽ ദുഃഖിക്കുന്നു. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. പീതാംബരൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, ഇത് ശ്രീനാരായണ ഗുരുവിന്റെ കേരളമാണ്, ഇത് ചട്ടമ്പി സ്വാമികളുടെ കേരളമാണ്, ഇത് നവോത്ഥാന കേരളമാണ് എന്നൊക്കെ ഉദ്ഘോഷിക്കുന്നവരാണ് നമ്മൾ. ഉത്തരേന്ത്യയിലേക്ക് ഒരു നിമിഷം കൈ ചൂണ്ടി നോക്കൂ, അവിടെ ഇത് സംഭവിക്കുന്നു, ആൾക്കൂട്ട വിചാരണ നടക്കുന്നു, മനുഷ്യനെ അടിച്ചു കൊല്ലുന്നു എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത് നടക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം, ഈ സാംസ്കാരിക നായകന്മാരൊക്കെ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഞാനിപ്പോൾ അത്ഭുതപ്പെടുന്നത്. ശ്രീ പീതാംബരൻ, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, അതെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, നവോത്ഥാന സംഘടനകളുണ്ട്. നമ്മളിപ്പോ ചട്ടമ്പി സ്വാമി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ, ബുദ്ധൻ, ഇവരെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് ഈ ഇത്തരം അനാചാരങ്ങൾക്ക് എതിരായിട്ടാണ് അവർ ശബ്ദിച്ചിട്ടുള്ളത്. ഇവിടെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ ഈ രാഷ്ട്രീയക്കാരാണ് ഇതിനൊക്കെ പിന്നിൽ. ആ രാഷ്ട്രീയക്കാര് പോലീസിനെയും പട്ടാളത്തെ പോലും കൈയടക്കി വെച്ചിട്ടിരിക്കുകയാണ് ഇവരുടെ ഇടിക്കൊത്തുള്ള. പോലീസിന് അതിൻ്റെതായിട്ട് വഴി വെട്ടു തീർച്ചയായിട്ടും ഇതിനൊരു അറിവ് വരും. ഇവനെയൊക്കെ ഒരു പെണ്ണും ഒരാണും കൂടി സംസാരിച്ചാൽ മാല പിടിഞ്ഞു ഇവനെയൊക്കെ കൊന്നുകളയണം, വെടിവെച്ച് കൊല്ലണം. ഞാൻ തയ്യാറാണ്. ഇല്ലൊരു നോക്കുന്ന നിർത്തി വെടിവെക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, ഏതായാലും നമുക്ക് നിയമപരമായി തന്നെയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. നമ്മുടെ നാട്ടിൽ ഒരു നിയമം ഉണ്ടാകണമല്ലോ, അതിനെ ബഹുമാനിക്കാനുള്ള ആർജവം ആളുകളിൽ നിന്ന് ഉണ്ടാകണമല്ലോ. ഇത് അങ്ങനെ തോന്നുകയാണ്, ഒരു സ്ത്രീ പുരുഷനോട് സംസാരിച്ചാൽ എന്തോ താൻ അത് ചോദ്യം ചെയ്യാൻ നിയമിച്ച ഒരാളാണ് എന്ന ബോധം അങ്ങനെ തുടരുകയാണ്. എന്നിട്ട് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയാണ്, ബന്ധുക്കൾ വരണം, അങ്ങനെയൊക്കെ പറയാൻ ഈ പാർട്ടികൾക്ക് ആര് അധികാരം തന്നു? എന്താണ് അതിന്റെ കാരണം? ആ പാർട്ടി ഓഫീസ് പൊളിച്ചു കളയണം. ആ പാർട്ടി ഓഫീസ് ഒന്നുമില്ലാത്തിനെ പാർട്ടി ഓഫീസിലാണ് കോടതി ഈ വൃത്തികെട്ട തുറക്കാൻ പോയാൽ. അതുകൊണ്ട് ഇത്രയും ഞാൻ പ്രതികരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഞാൻ ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ നിർത്തി വെടിവെച്ച് കൊള്ളണം. പോലീസിന് പിന്തുണ കൊടുക്കണം, ജനങ്ങളും കൊടുക്കണം, രാഷ്ട്രീയക്കാർ കൊടുക്കണം. രാഷ്ട്രീയക്കാരൊക്കെ പോലീസുകാരെ തള്ളിയിട്ടേക്കിനും വിടാം. എന്താ ആവശ്യം ഇത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ കൂത്തുപറമ്പ് മമ്പറത്താണ് അതിനോട് ചേർന്നാണ് ഈ സംഭവം നടക്കുന്നത്. ആൾക്കൂട്ട വിചാരണയാണ് നടക്കുന്നത്. 3 SDPI പ്രവർത്തകരെ പിടികൂടിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. VC മുബഷീർ, അതുപോലെ KA ഫൈസൽ, അതുപോലെ CK റഫ്നാസ്, ഈ 3 പേരാണ് ഇതിലെ പ്രധാന പ്രതികൾ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇവരെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ ഈ പള്ളിക്ക് സമീപം ഈ യുവതി സംസാരിച്ചു എന്നതാണ്. സംസാരിച്ചതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഈ തർക്കം വരുന്നു. ഒടുവിൽ ചൊവ്വാഴ്ച ഇവരെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണുകയാണ്. അപ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് സൂചന കിട്ടുന്നത്. ഒരുപക്ഷെ അങ്ങനെ അവർ ആത്മഹത്യ ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഈ സംഭവം നമ്മൾ അറിയ പോലുമില്ല. ഈ നാട്ടിൽ ഇങ്ങനെ എത്ര നൂറുകണക്കിന് ഇത് നടക്കുന്നു, ഈ വിചാരണകൾ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ വരികയാണ്. ഇത് ആരാണ് ഇത് നിയന്ത്രിക്കാത്തത്?
എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പുറം ലോകം അറിയാത്തത്? ഇപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു കുറിപ്പ് കണ്ടെത്തി. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നിന്നുള്ള റിപ്പോർട്ടറുടെ സഹായത്തോടെ ഞാൻ മനസ്സിലാക്കുന്നത്, ആ പെൺകുട്ടി ശരീരത്തിനകത്ത് ഇത് ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ ഡ്രസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച് പെട്ടെന്നൊരാൾ മരിച്ചാൽ ഇത് കണ്ടെത്തരുത്, ഇത് പോലീസിൻ്റെ പരിശോധനയിൽ മാത്രമേ തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരാവൂ എന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവരത് കുറച്ചുകൂടി ശരീരത്തിൽ ഡ്രസ്സിനകത്തേക്ക് വച്ചത്. അത് കണ്ടെത്തി. അതിൽ നിന്നാണ് താൻ ഇങ്ങനെ ഒരു അപകീർത്തിക്ക് ഇരയായതിൻ്റെ ഫലമായി ആ മനോവേദനയിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന കാര്യം പുറത്തു വരികയാണ്. അതിനോടൊപ്പമാണ് ഇപ്പോഴിതിൻ്റെ ദൃശ്യങ്ങളും ഈ ആൾക്കൂട്ട വിചാരണയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ കേരളത്തിൽ ഇത് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകാം എന്ന കരുതുന്ന ഒരു സാഹചര്യം ആണോ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന സംശയം ഒരു വശത്ത് ഉയരുകയാണ്. ഇതിൽ നോക്കൂ, ഇത് സാധാരണക്കാരായ ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. അബു മാസ്റ്റർ നഗറിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ. ഉമ്മയും സമാനമായ രീതിയിൽ ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള, പൊതുബോധമുള്ള മനുഷ്യർ, അവർക്ക് അറിയില്ലേ അവരുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന്? അതിനോടൊപ്പം 40 വയസ്സായ ഒരു സ്ത്രീക്ക് ആരുടെയെങ്കിലും സഹായം വേണോ? ആരോട് സംസാരിക്കണം, ആരോട് മാറി നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, അതിനുള്ള ബോധവുമൊക്കെ ഉണ്ടായിക്കിരുന്ന ഒരു വയസ്സാണ് 40 വയസ്സ് എന്ന് പറയും. അപ്പോൾ ആ കാലഘട്ടമൊക്കെ എത്തിയ ഒരു സ്ത്രീയാണ് പിന്നീട് ഇവിടെ കുറേ ആളുകൾ ചെന്ന് ഇതാണ് സദാചാരബോധം, ഇതാണ് മാനുഷിക മൂല്യങ്ങൾ, ഇതാണ് മതനിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രം അധികാരം ഈ നാട് അവർക്കെങ്ങനെ നൽകി, ആര് നൽകി? അങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. എന്നോടൊപ്പം ചേരുന്നു ജോസഫ്, തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ് കേൾക്കാമോ? കേൾക്കാം. ഇവര് SDPIയുടെ പ്രവർത്തകർ ചെയ്തത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തിന്റെ ബുദ്ധിമുട്ട്? അവര് സംസാരിച്ചോണ്ട് ഇവർക്ക് എന്താ? ഇതിപ്പോ ഈ സംഭവം പുറത്തറിഞ്ഞുകൊണ്ടാണ് പുറം ലോകം ഇത് അറിഞ്ഞത്. ഈ സ്ത്രീ മരിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ഇത് മുമ്പും നടക്കാറുണ്ട് എന്നതല്ലേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇവർക്ക് ഈ SDPIന്റെ ആൾക്കാർക്ക് എന്താ പ്രശ്നം? അവർ സംസാരിച്ചുകൊണ്ട് അവരെന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാനും ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാനൊക്കെ നിൽക്കണേ? ആ ലേഡി അവർക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് ചിലപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കായിരിക്കും. അതിന് ഇവർക്ക് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഇവരൊക്കെ നിയമത്തിന്റെ ശക്തമായ രീതിയിൽ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഇടപെട്ട് ഒരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യം ഇവരുടെ കേസിൽ വരാൻ പാടില്ല. എന്നിട്ട് പിടിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകണം. പാർട്ടി ഓഫീസ് എന്തോ വിചാരണ കോടതിയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഇങ്ങനത്തെ മോശം പ്രവർത്തികൾ ചെയ്യുമ്പോൾ പിന്നെ എന്താ ചെയ്യാ? നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് ഇതൊക്കെ വളരെ നമ്മള് ലേഡി ആയാലും പുരുഷനായാലും വളരെ സ്നേഹത്തില് നമ്മൾ ഫ്രണ്ട്ഷിപ്പുള്ള എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ കയറി ഇടപെടാൻ തന്നെ ഒരു വരണത്? ഇവര് ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് എന്തിനാ പോണത്? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നെടുമങ്ങാട് ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്ന അജിയാണ്. അജി, ഇത് ഈ കണ്ണൂരിൽ ഒരിടത്ത് മാത്രം നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ധരിക്കാനാകും. ഇത് കേരളത്തിൻ്റെ മറ്റു പലയിടങ്ങളിലും നടത്തി വിജയിച്ചതിൻ്റെ ഫലമായിരിക്കണം കണ്ണൂരിലും വളരെ തന്ത്രപൂർവ്വം നടത്തിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജി എന്ത് കരുതുന്നു? ശ്രീ അജി. ഹലോ. നമസ്കാരം. ശ്രീ അജി, ഇത് കണ്ണൂരിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണെന്ന് ധരിക്കേണ്ടതുണ്ടോ? അതോ ഇത് കേരളത്തിൽ മറ്റു പലയിടങ്ങളിലും മുമ്പേ പരീക്ഷിച്ച ഒരു രീതി ആയിരിക്കുമോ? ഒന്ന് രണ്ട് സംഭവങ്ങൾ സാറേ, ഇത് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ സാക്ഷരതാ കേരളം നമ്മൾ അവമാനം കൊള്ളുമ്പോൾ, കുറ്റം കൊള്ളുമ്പോഴേ ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ കണ്ണൂർ പിണറായിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഞായറാഴ്ച വൈകിട്ട് 3:15 കായലോട് ഈ അച്ചങ്കര പള്ളിക്ക് സമീപം മയ്യിൽ സ്വദേശിയായ സുഹൃത്തുമായി യുവതി സംസാരിച്ചത്. ഒരു കാറിന് സമീപത്തിരുന്നാണ് ഇവർ സംസാരിച്ചത്. ഇതാണ് ഈ ആളുകളെ പ്രകോപിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി പറയുന്നത്. പിന്നെ വിളിച്ചു കൊണ്ടുപോയി അടിക്കുന്നു, പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി വിചാരണ നടത്തുന്നു, രക്ഷിതാക്കളെ വിളിക്കുന്നു. 40 വയസ്സായ ഒരു സ്ത്രീയെ, LKG കുട്ടിയുടെ പോലും ഒരു ബുദ്ധിയില്ലാത്ത ആളാണ് എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അത്ര ബോധം സാമൂഹ്യ ബോധമില്ലാത്ത ഒരാളാണ് എന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോയി എത്തിച്ച്, അങ്ങനെ ഒരു അപരിഷ്കൃത സമൂഹം എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറുക, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്.
ഇതിൽ ചില പ്രതികരണങ്ങൾ എനിക്ക് വരുന്നുണ്ട്. പലരും എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ബി പ്രസാദ് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിരിക്കുന്നു. പക്കാ തെമ്മാടിത്തരം എന്ന് പറയുന്നു. ഹൂവർ ദേ എന്ന് എന്നോട് പറയുന്നു. ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു ഒരു കാരണവശാലും ഇത് നമ്മുടെ കേരളത്തിൽ അനുവദിച്ചുകൂടാ എന്ന് പറയുന്നു. അരുന്ധതി എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം അരുന്ധതിക്കും എനിക്കൊരു ചുവന്ന ഹൃദയമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ദിവാകരൻ തലശ്ശേരിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, ഇത് അങ്ങയുടെ നാട്ടിലാണ് നടന്നത്. ശ്രീ ദിവാകരൻ, അത് അങ്ങയുടെ നാട്ടിലാണ് നടന്നിരിക്കുന്നത്. തലശ്ശേരി താലൂക്കിലല്ലേ? ചില ആൾക്ക് ഈ രോഗമുണ്ട്. അതെന്താണെന്നാൽ അവനവന്റെ ഒരു മുറമ്പ് ആരാന്റെ അർമ്മത്തിന് പായ്യ. രണ്ടു കാലം പെരുങ്കാലം വെള്ളത്തിനിട്ട് ഒറ്റക്കാലിന് മക്കാറാക്കുന്നു. ഇവർ ആദ്യം സ്വയം ഇതാകുക. പിന്നെ എന്തെന്നാ ഏതെല്ലാം എന്നുള്ള മനസ്സിലാ. സ്ത്രീന്റെ ജീവിതം ആകെ നശിപ്പിച്ചു കഴിഞ്ഞില്ല. ഇപ്പൊ മരിച്ചു കഴിഞ്ഞില്ലേ? എവരുടെ മരിച്ചു കഴിഞ്ഞാലും പിന്നെ ആ സ്ത്രീന്റെ എല്ലാം ഒരു സ്ത്രീക്ക് അത്രമാത്രം ഒരു ആത്മാഭിമാനത്തിന് വ്രണമേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതുകൊണ്ടല്ലേ അവർക്ക് ആത്മഹത്യ. നിങ്ങൾ ഈ തലശ്ശേരിക്കാരൊക്കെ ഇതിനെതിരെ ഒന്നും പ്രതിഷേധിക്കുന്നില്ലേ ശ്രീ ദിവാകരൻ? ഇതൊന്നും കണ്ടാൽ ചോദിക്കുന്നില്ലേ നിങ്ങൾ ആരും? ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രീ ദിവാകരന്റെ നാട്ടിലാണ് നടന്നിരിക്കുന്നത്. അവിടെ നിങ്ങളെ അവിടുത്തെ സാധാരണ ആളുകൾ ഇതൊന്നും ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഡിസിപ്ലിൻ കീപ്പ് നല്ല കൂട്ടം നമ്മളെ നല്ല നാടാ. നല്ല നാടാണ്, എനിക്കറിയാം. തലശ്ശേരി എത്രയോ കാലമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടത്തിന്റെ ഓർമ്മകൾ പേറുന്ന ഒരു നാട്. ആ നാടിന് ഇതുപോലുള്ള ആളുകളെ അടിച്ചു പുറത്താക്കാൻ എത്ര സമയം വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജയ എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്തു നിന്നാണ്. ശ്രീമതി ജയ. നമസ്കാരം മനു. യെസ്, നമസ്കാരം. ശ്രീമതി ജയ, ഇത് എന്ത് രാഷ്ട്രീയമാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് ഭയങ്കര മോശമായി പോയി മനു. ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥലമാണ്. ആഭ്യന്തരമന്ത്രിയുടെ സ്ഥലമാണ്. പ്രബുദ്ധ കേരളം പുരോഗമനമായി ചിന്തിച്ചു തുടങ്ങിയ സ്ഥലം എന്ന് പറയുന്ന പാറപ്പുറം സമ്മേളനം നടന്ന സ്ഥലമാണ്. ഇത് പിണറായി പോലീസ് സ്റ്റേഷന് കീഴിലാണ് നടക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഈ മന്ത്രിസഭയിൽ ഒരൊറ്റ വ്യക്തി, സ്ത്രീകളും ഉണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയോ ഒന്ന് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഉടനെ നോർത്ത് ഇന്ത്യയിലോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ എന്ന് പറയും. ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാവരും അങ്ങ് മറക്കുവാണ്. ആ ഒരു സ്ത്രീ മരിച്ചു. ഒരു 40 വയസ്സുള്ള അവരെവിടെ നിന്ന് സംസാരിക്കട്ടെ. അവരെ വീട്ടുകാർക്കറിയാം അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ. ഇത് ഈ SDPIക്കാർക്കൊക്കെ എന്താ ഇതിന് ഉത്തരവാദിത്വം? ഇത് ഭയങ്കര മോശമായി പോയി. മുഖ്യമന്ത്രി ഇതിന് നല്ല രീതിയിൽ അന്വേഷണത്തിന് ഇടപെടുത്തണം ആണ് എൻ്റെ അഭിപ്രായം. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, എന്നോട് സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ സിയെ പറയുന്നത് നാട്ടുകൂട്ടം എന്നാണ്. നമ്മുടെ ഖാപ്പ് പഞ്ചായത്തുകളൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും ഇങ്ങനെ ആൾക്കൂട്ടമർദ്ദനം ഇങ്ങനെ ഇത് നാട്ടുകൂട്ടമല്ല, ഇത് താലിബാനിസമാണ്, ശുദ്ധമായ താലിബാനിസം. താലിബാൻ നന്നായി എന്ന വാർത്തകളാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പാകിസ്ഥാനെ ചില ചുട്ട മറുപടി കൊടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് ശരിയാണ്, തീവ്രവാദം അംഗീകരിക്കരുത് എന്ന് പോലും താലിബാനിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് ഇവിടെ ഇത്തരം ആളുകൾ അതിനെ വെല്ലുന്ന നടപടികളുമായി രംഗത്ത് വരുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ പ്രബുദ്ധ കേരളത്തിനായിക്കൂടെ. മഹി എന്നോടൊപ്പം ചേരുന്ന കിള്ളിപ്പാലത്ത് നിന്നാണ്. ശ്രീ കിള്ളിപ്പാലം. ഹലോ സാറേ, നമസ്കാരം. പിന്നെ സാർ ആദ്യം പറഞ്ഞ കാര്യം ശരിയല്ല. മുഖ്യമന്ത്രി എന്തിനു പറഞ്ഞിട്ട് ചെയ്ത പോലെയാണ് ആദ്യം പറഞ്ഞത്. മുഖ്യമന്ത്രി അത് ഇവര് അല്ല സാധാരണ മുഖ്യമന്ത്രി നാട്ടിലാണ് സംഭവം നടന്നത്. ആണ് പറഞ്ഞത് അത് ശരിയല്ല. അത് എല്ലാവർക്കും മുഖ്യമന്ത്രിയുടെ നാട്ടിലല്ലേ സംഭവം നടന്നത്? പിണറായി പോലീസ് സ്റ്റേഷന് കീഴിലല്ലേ ഈ പണി നടന്നിരിക്കുന്നത്? കേരളത്തിന്റെ കാവൽഭടൻ എന്ന് കേരളത്തിലെ LDF വലിയ വായിൽ പറയുന്ന ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി? അദ്ദേഹമല്ലേ ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രി? ആ മുക്കിന് താഴെ ഒരു സ്ത്രീക്ക് അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മാത്രം ഇങ്ങനെ ഖാപ്പ് പഞ്ചായത്തുകൾ വിളിച്ചുകൂട്ടി മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോൾ ഈ നാട്ടിൽ നിയമമില്ല എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഈ സ്ത്രീ മരിച്ചതുകൊണ്ടല്ലേ? മരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ആളുകൾ അറിയുക പോലുമായിരുന്നോ കേരളത്തിന് പുറത്തേക്ക്? അവിടുന്ന് ഇത് ആദ്യമായി ചെയ്യുന്നതാണെന്ന് ശ്രീ മാഹി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യമായാണ് ആ നാട്ടിൽ നടക്കുന്നത് എന്ന് ശ്രീ മാഹി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേരളത്തിൽ അവിടെ മാത്രമാണ് നടന്നത് എന്ന് ശ്രീ മാഹി ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ?
എനിക്ക് മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് ഒരു വിദ്വേഷവുമില്ല, വിമർശനവുമില്ല. അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനോട് എനിക്ക് വിമർശനമില്ല. പക്ഷേ ഇതുപോലെ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുമ്പോൾ നിയമത്തെ ഭയമില്ല, സർക്കാരിനെ ഭയമില്ല എന്ന് പറയുകയാണ് ഇവർ പറയാതെ. അത്തരം ആളുകളെ നിലയ്ക്ക് നിർത്താനുള്ള നടപടികൾ എന്നേ തുടങ്ങേണ്ടതാണ്. ശ്രീ അനിയൻ കുട്ടൻ കൂടി എന്നോടൊപ്പം ചേരുന്നത്. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറയൂ. അല്ല, അവരെ അങ്ങനെ നിയമമില്ലല്ലോ നമുക്ക്. അവരെ പിടിക്കുമ്പോൾ റിമാൻഡ് ചെയ്ത്. അല്ല, അതിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ വഴി അവിടെയുണ്ട്. പക്ഷേ ഇത് എത്ര നിയമത്തിന്റെ ഇതിൽ നോക്കുമ്പോൾ ആത്മഹത്യ അബറ്റ്മെന്റ് എന്ന തരത്തിൽ ഒരു പക്ഷേ ഇതിനെ കാണാൻ കഴിയും. പക്ഷേ ഇത് പുരോഗമന ജനതയ്ക്ക് ഇത് അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. നമ്മുടെ നിയമപുസ്തകത്തിൽ പറയുന്നതിനേക്കാൾ ഗുരുതരമായ ഒരു തെറ്റാണ് എന്നുകൂടി സമ്മതിക്കാൻ തയ്യാറാകേണ്ടതാണ് നമ്മൾ. എത്രയോ കാര്യങ്ങൾക്കിവിടെ ശക്തമായ പ്രതിഷേധം നടത്തുന്നല്ലോ. ഇതുപോലെ മനുഷ്യർ മിണ്ടിയാൽ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യും എന്നൊക്കെ പറയാൻ ഇത് ഈ നാടിന്റെ ഇത് താലിബാനാണോ? ഈ നാട് ഭരിക്കുന്നത് താലിബാനാണോ? ഈ നാട് ഭരിക്കുന്നത് ആരാണ്? അതേ ഇങ്ങനെ വിവരമില്ലാത്തവർ നടന്ന് എത്തി നോക്കും. നിയമം ഉണ്ടാവും. ഇല്ലല്ല, അവർക്ക് നിയമം വായിച്ചാൽ നമുക്ക് ഇതാക്കാക്കുള്ളൂ. മറ്റൊന്നും ചെയ്യാൻ നമുക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ വകുപ്പുകൾ കൂടി ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് ഇത്? എന്ത് വകുപ്പുകളൊക്കെയാണ്? സാധാരണക്കാരെ പിടിച്ചാൽ കയ്യിൽ കഞ്ചാവ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എന്താണ് അവർ കൃത്യമായ വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. അനിയൻകുട്ടൻ, ഇത് എവിടേക്കാണ് പോകുന്നത്? ഇത് താലിബാനാക്കാനാണോ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്, ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? നമസ്കാരം. ഈ വാർത്ത കേട്ടിട്ട് ശ്രീ അനിയൻകുട്ടൻ എന്താണ് തോന്നിയത്? നമ്മുടെ ഇപ്പൊ ഈ കേരളം പോകുന്നത് പറഞ്ഞ താലിബാനോട് തന്നെയാ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അവിടെ കമ്മ്യൂണിസം കൂടി ആ പാറപ്പുറത്താണ് ഇവര് ഈ പണി ചെയ്തേക്കുന്നത്. ചങ്കിന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചങ്ക ചവിട്ടിക്കൊണ്ടാണ് ഈ പണി ചെയ്തേക്കുന്നത്. ഇതിന് ശക്തമായ നടപടി എടുക്കാൻ പറ്റാത്ത ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത്, ഇല്ലേ? അല്ല, ഞാനൊന്ന് മനസ്സിലാക്കുന്നത് ശ്രീ അനിയൻകുട്ടൻ, ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നിട്ട് അവിടെ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഇത് സംബന്ധിച്ച് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് വരെ ഒരു ശബ്ദവും ഉയർത്തിയില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിൽ ആശ്ചര്യം തോന്നുന്നത്. കാരണം അവിടെ കോൺഗ്രസ് BJP ഒക്കെ വലിയ ശക്തിയാണെന്ന് പറയുന്ന സ്ഥലമാണ് പിണറായി. അത് തന്നെയാണ് സാറേ. ഇന്നവിടെ ആ കുടുംബത്തെ കൂടെ ഇവന്മാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടാണോ? പക്ഷെ തുടക്കത്തിൽ എന്നറിയോ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. ഇവന്മാർ ഈ സഖാക്കൾ വന്ന് മൈക്കിന്റെ മുന്നിൽ കെട്ടി പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഈ സ്ത്രീകൾ എന്ന് ചാണകവും കക്കൂസും മാലിന്യവും എടുത്തോണ്ടുള്ളൂ ഇവന്റെയൊക്കെ മുഖത്ത് വലിച്ചെറിയണം. ഞാൻ ഏതായാലും എന്നോടൊപ്പം കൂടുതൽ ആളുകൾ ചേരുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നു. മനു സാർ നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതോടൊപ്പം ജയചേച്ചി പറഞ്ഞത് ശരിയാണ്, നമ്മൾ വടക്ക് നോക്കിയിരിക്കുകയാണ് എന്ന് സുനിൽകുമാർ പറയുന്നു. അരുന്ധതി കൊല്ലംപുറത്ത് പറയുന്നു, ശ്രീമതി ജയ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നു. സെബാസ്റ്റ്യന് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ മാന്യമായി പ്രതികരിക്കാമായിരുന്നു CA സെബാസ്റ്റ്യൻ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ SDPI ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കണക്കാക്കാനാവില്ല, ഇത് ന്യായീകരിക്കുന്ന മഹിയെപ്പോലുള്ളവർ ശരിയല്ല എന്നുള്ള രീതിയിലാണ് സുനിൽകുമാർ പറയുന്നത്. രാജീവ് സുധാകരൻ പറയുന്നു, ആൾക്കൂട്ട വിചാരണ, കൊലപാതകം ഇതൊക്കെ മതത്തിൻ്റെ ഗോത്രമൂല്യങ്ങളാണ്. കാരണം ജനാധിപത്യ മതമൂല്യങ്ങൾ ഒന്നിച്ചു പോകില്ല. മതമാണ് പ്രതിസ്ഥാനത്ത്. മാധ്യമങ്ങൾ യഥാർത്ഥ കാരണം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാണ് രാജീവ് സുധാകർ പറയുന്നത്. ഓക്കെ, അതാണ് രാജീവ് സുധാകരൻ്റെ പ്രതികരണം. ഓക്കെ, സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്ന് പറയുന്നു. ഇൻ കേരള ദി പീപ്പിൾ ലുക്കിംഗ് UP and northern state, if this does the civilized people barking, I appreciate you taking up the subject. Surely Manu here done Talibanism എന്നവർ പറയുന്നു. അപ്പോൾ ഇത് താലിബാനിസത്തോടാണ് ഇതിനെ ഉപമിക്കേണ്ടത് എന്നാണ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയായ സതി ബാബുരാജ് പറയുന്നത്. താലിബാനിൽ പക്ഷേ ഇങ്ങനെയില്ല കേട്ടോ. അവിടെ കാര്യങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ അതിലേക്ക് അങ്ങ് അടുക്കാനുള്ള ഒരു തീവ്രമായ ശ്രമമാണ് നടത്തുന്നത്. ക്യാറ്റ് കിറ്റ് പറയുന്നത് മിസ്റ്റർ മനു എന്ന് വിളിക്കുന്നു. ഓക്കെ, സിംഗപ്പൂരിൽ നിന്നാണ് കാണുന്നത്. സന്തോഷം. സിംഗപ്പൂരിലെ മലയാളികൾ നമ്മുടെ പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഷാജി ഭാസ്കരൻ, താങ്കളോട് പറഞ്ഞ പരാതിയിലാണോ എന്നോട് ഇത്ര ദേഷ്യം എന്ന്.
സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിനെ പറ്റിയുള്ള തർക്കമാണ്. ജയകുമാർ, ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൊതുവേദിയിൽ സഭ്യമായ ഭാഷ ഉപയോഗിക്കുക എന്നത് വളരെ നിർബന്ധമാണ്. കമൻറ്റുകളല്ലാത്തത് ഞാൻ വായിക്കില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ശൗചാലയ ചുമരുകളാക്കാനുള്ളൊരിടമല്ല പൊതുവേദി. പൊതുവേദി ലോകം പുറത്തേക്ക് നോക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് ഈ സമൂഹം സ്വയം നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ് പൊതുവേദി. പൊതുവേദി ഒരു അവതാരകൻ നടത്തുന്ന പരിപാടിയാണ്, അത് കേരളത്തിലെ ജനങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ജനങ്ങൾക്ക് ആ മര്യാദയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് മനസ്സിലാക്കും. മറ്റൊരാൾ എന്നെ അധിക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ മോശം ഭാഷ ഉപയോഗിക്കുന്നതിനൊരു കാരണം അതല്ല. അപ്പോൾ അതിൽ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് വേണ്ടത്. ജയകുമാറിനെ പോലെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനെ എനിക്ക് അതേ പറയാനുള്ളൂ. ഷാജി ഭാസ്കറിൻ്റെ രാഷ്ട്രീയത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല, അദ്ദേഹം CPM കാരനാണ്. പക്ഷേ ഷാജി ഭാസ്കർ പറഞ്ഞ കാര്യം, നമ്മളൊരു പ്രതികരണം നടത്തുമ്പോൾ അത് വളരെ കൃത്യമായ പ്രതികരണമായിരിക്കണം, അത് കൃത്യമായ ഭാഷയിലായിരിക്കണം. അപ്പോൾ മാത്രമേ അതിന് ശ്രോതാക്കളുണ്ടാകൂ, അപ്പോൾ മാത്രമേ അത് മാറ്റങ്ങൾക്ക് വഴിവെക്കൂ. ആ നിലപാടിനോട് ഞാൻ 115% യോജിക്കുകയാണ്. ഓക്കെ, ശരി. ചന്ദ്രു എന്നോടൊപ്പം ചേരുന്നു. ചന്ദ്രു കൊല്ലത്താണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രു, കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. ശ്രീ ചന്ദ്രു, ഇത് 2025 തീരാറായി, ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. 2026 അതായത് 21ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞിരിക്കുകയാണ്, 25 വർഷം. ഇനി നമ്മൾ അടുത്ത ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിലും മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നു, ഇവിടുന്ന് ഒരു ഇന്ത്യക്കാരൻ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് വലിയ കുറ്റമാണെന്ന് കണ്ടെത്തലും വിചാരണയും. സാർ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഞാനാണല്ലോ വിളിച്ചത് സാർ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ എന്നല്ല, നമ്മുടെ മൊത്തത്തിൽ ഈ സംഭവങ്ങളും ആദ്യമായിട്ടല്ല, ഈ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല. അതാണ് ഞാൻ ആദ്യം പറയാം, ആദ്യ സംഭവമല്ല. പക്ഷേ ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീക്ക്, 40 വയസ്സെന്നല്ല, ഈ ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലേ? അതാണല്ലോ നമ്മുടെ നാട്. മറ്റേ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഈ നാട്ടില്. ഒന്നാമത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം അവിടുത്തെ മതത്തിന്റെ ഒരു മുൻഗണനയാണ് ഈ പ്രശ്നത്തിന് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അതായത് ഒരാണിനോട് സംസാരിച്ചാൽ ഇത് ശരിയല്ല, അല്ലെങ്കിൽ ഖുറാനിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതായത് അവർക്ക് അതിൽ നിന്ന് ഫ്രീ ആയിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന സ്ഥലത്താണ് ഇതുപോലുള്ള കുറെ ആൾക്കാർ ഈ ചിന്തിക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി അവരെ ഉപദേശിക്കുക, അവരെ ടോർച്ചർ ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും ഇതിന്റെ ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് മതമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇപ്പൊ മൊത്തത്തിൽ ആരെയും കുറ്റം പറയുന്നില്ല, ഞാൻ മനസ്സിലാക്കിയത് മതമാണ് മെയിൻ ഇതിൽ. അതുകൊണ്ടാണ് അവരെ ആ സുഹൃത്തിനെ വിളിച്ചോണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ സുഹൃത്തുമായിട്ട് ഒരു സ്ത്രീക്ക് ബന്ധമുണ്ട്. നമ്മുടെ ഈ പുതിയ നിയമവും കോടതിയും കാര്യങ്ങളൊക്കെ ഈ പൊട്ടന്മാർക്ക് അറിയാഞ്ഞിട്ടാന്ന് തോന്നുന്നു. കാരണം എല്ലാത്തിനും അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതിന് മതത്തിന്റെ പിൻബലമില്ല എന്നതും അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് തങ്ങൾക്കിതാകാം, തങ്ങളൊരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിയമത്തെ ഭയക്കേണ്ടതില്ല എന്ന ധാർഷ്ട്യത്തിന്റെ പുറത്താണ്. ഈ നാട്ടിൽ നൂറുകണക്കിന് ഇതേ മതത്തിലുള്ള ആളുകളില്ലേ, അവരെല്ലാം ഇതുപോലെ വിചാരണ നടത്തുകയാണ്. സാർ ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചു. അതാണ് ഞാൻ പറയാം. അതായത് ഈ മതത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ മതത്തിലുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു മതവിഭാഗം എന്നല്ല ഞാൻ പറയുന്നത്. എക്സ്പെഷ്യലി ഇതാണ് ഇതിന്റെ ഒരു പൊസിഷൻ ഇങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. അതായത് അവർ ജീവിക്കാൻ പറ്റാതെ, അവർക്ക് ഒന്നും പറയാൻ പറ്റാതെ, 40 വയസ്സുള്ള സ്ത്രീക്ക് ഒന്നും പറയാൻ പറ്റാതെ കൊച്ചു കുട്ടികളെ പോലെ അവരെ ശകാരിച്ച് അവരെ മൊത്തത്തിലൊരു കൂട്ടിൽ അടച്ചുപൂട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഇപ്പൊ ഞാൻ വന്ന് പറയാം സാർ, എനിക്കിപ്പോ തോന്നുന്നത് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായി ഈ സംഭവം നടക്കുന്നത്. കേരളത്തിൽ ഭയങ്കരമാണ്. അങ്ങനെയാണെങ്കിൽ അത് തടയാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായി തന്നെ ഉണ്ടാകണം. ഏതായാലും വളരെ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഇത് സാധാരണ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉടനെ അവിടെ വന്ന് സദാചാര പോലീസ് കളിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവര് നാടകം കളിക്കുക അല്ലെങ്കിൽ ഒരു നാടകത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന കണ്ടാൽ ഉടനെ അവിടെ വന്ന് വലിയ വാഗ്വാദം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലമൊക്കെ കടന്ന് പതുക്കെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോഴാണ് ഇതുപോലെ തിരിച്ച് താലിബാനിസത്തിലേക്ക് പോകാനുള്ള ശ്രമം നടക്കുന്നത്. സൈനുദാസൻ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ സൈനുദാസൻ ഒരു സൈനികൻ കൂടിയാണ്. ശ്രീ സൈനുദാസൻ, ഈ നാട്ടിൽ
നിയമ വാഴ്ച ഇല്ല എന്ന് ആളുകൾ ഇതുപോലെ തെറ്റിദ്ധരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാർ, നമുക്ക് നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾക്ക് തുല്യത ഏത് കാലത്താണോ നമ്മൾ തുല്യത കൊടുക്കുന്നത്, അത് പുരുഷന്മാരെ പോലെ തന്നെ അവരെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ മാത്രമേ ഇതൊക്കെ അവസാനിക്കുള്ളൂ. അല്ല, ഇവിടെ പുരുഷനും ഒട്ടുമല്ല, പുരുഷനാണ് നല്ല അടി കിട്ടിയിരിക്കുന്നത്. പുരുഷനെ പിടിച്ചുകൊണ്ട് അടിച്ചിരിക്കുന്നു, 5 മണിക്കൂർ കൊണ്ടുപോയി വിചാരണ ചെയ്തിരിക്കുന്നു, ഫോണും ലാപ്ടോപ്പും തട്ടിയെടുത്തിരിക്കുന്നു. നമ്മൾ പേരൻസ് ആണെങ്കിൽ നമ്മള് മക്കളുണ്ടല്ലോ, പെണ്ണായാലും ആണായാലും അവർക്ക് തുല്യ സ്നേഹം കൊടുക്കണോ, തുല്യ അവകാശങ്ങൾ കൊടുക്കണോ? പക്ഷെ അത് നമ്മൾ കൊടുക്കുന്നില്ല. അവർക്ക് അതേമാതിരി വിദ്യാഭ്യാസം കൊടുക്കണോ? അതേമാതിരി നമ്മുടെ ഗവൺമെന്റും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് സംവരണം കൊടുക്കണോ? ഇപ്പം 30% മറ്റോ പറയുന്നത്, പക്ഷെ 3% കൂടി കാണുന്നില്ല. ഒരു 50% കൊടുത്താലേ ഒരു 35-40% അവർക്ക് സമൂഹത്തില്. അല്ല, ഇതിപ്പോ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണല്ലോ. സ്ത്രീകൾക്ക് സംവരണമില്ലാത്ത പ്രശ്നങ്ങൾ നമുക്കില്ലല്ലോ. ഈ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നത് ഒരു വനിതയല്ലേ? ഈ രാജ്യത്ത് എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? ഈ രാജ്യത്ത് എത്രയോ ആളുകളുണ്ടായിരുന്നു? അതൊക്കെ ഇനിയും വരട്ടെ, കൂടുതൽ വരട്ടെ എന്ന അഭിപ്രായം തന്നെ നല്ല. പക്ഷേ ഇതല്ലെന്നേ, ഇത് കാടത്വം നിറഞ്ഞൊരു മനസ്സാണ്. ഇത് പതിറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ വ്യഗ്രതപ്പെടുന്ന ഒരു കൂട്ടത്തിൻ്റെ നീക്കമാണ്. ഈ നീക്കത്തെ ചെറുത്തേ മതിയാകൂ. ഇത് കേരളത്തിന് താങ്ങാനാകുന്നതല്ല. ഈ നാട്, കേരളത്തിലെ സ്ത്രീകൾ നടത്തിയ മുന്നേറ്റം എത്ര വലുതാണ്. മിസൈൽ വുമൺ തൊട്ട് കായിക രംഗത്ത് അവരുടെ പ്രകടനങ്ങൾ, സേനാ രംഗത്ത് അവർ നടത്തിയ കാര്യങ്ങൾ. ഇപ്പോൾ സ്ത്രീകൾ ഇവിടുന്ന് ബൈക്കെടുത്ത് ഹിമാലയത്തിലേക്ക് പോകുന്നു. സ്ത്രീകൾ ഇവിടുന്ന് അവരുടെ പലതരം സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവർ കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് മനുഷ്യൻ പുരുഷൻ സ്ത്രീയോട് സംസാരിച്ചു എന്നത് വലിയ കുറ്റമായി, വലിയ വിചാരണയ്ക്ക് ബാധകമാക്കുന്നത്. അത് നടക്കുന്നതാകട്ടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ, ആ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഇതോടുകൂടി ഈ പ്രശ്നം തീരുമോ എന്ന ചോദ്യം ആണ് പ്രസക്തമായി ഉയരുന്നത്. ഓക്കെ, എന്നോടൊപ്പം അടുത്ത പ്രേക്ഷകൻ ചേരുന്നത്. ഓക്കെ, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ് എന്ന് വ്യക്തമാകുന്നു. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. നമസ്കാരം. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഒരു നിസാർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. KM നിസാർ പറയുന്നത് സ്വന്തം വീട്ടിൽ ഉണ്ടായാലേ ഇതിൻ്റെ വിഷമം മനസ്സിലാകൂ എന്നാണ് പറയുന്നത്. സത്യാവസ്ഥ അറിയാതെ എന്തെങ്കിലും പറയട്ടെ എന്നാണ്. സ്വന്തം വീട്ടിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതല്ലേ ഏറ്റവും വിഷമം നിസാറെ? ആ ഒരു 40 വയസ്സുള്ളത് നമ്മുടെ സഹോദരിയാണെന്ന് വിചാരിക്കട്ടെ, അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അതല്ലേ ഏറ്റവും വിഷമം ഉണ്ടാക്കേണ്ടത്? അതോ ഒരു 40 വയസ്സുള്ള നമ്മുടെ ഒരു സഹോദരി ഒരു പുരുഷനോട് സംസാരിച്ചു എന്നതാണോ നിങ്ങളെ വിഷമിപ്പിക്കുക? ഇതൊക്കെ എഴുതി വിടാൻ യൂട്യൂബിൽ ഇത് ആൾ കാണുന്ന ഒരു സംഗതിയാണ് എന്ന് ഈ നിസാറിന് എന്താണ് മനസ്സിലാകാത്തത്? ഇത് നിസാർ ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന ഒരു പരിപാടി കൂടിയാണ് പൊതുവേദി എന്ന് ഓർക്കണം. സിംഗപ്പൂരിൽ നിന്ന് കാറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. UK യിൽ നിന്നും ഗൾഫിൽ നിന്നും 100 കണക്കിന് മലയാളികൾ കാണുന്ന ഒരു പരിപാടിയാണ് പൊതുവേദി. അതിൻ്റെ യൂട്യൂബ് കമൻറ്റിൽ ഇതുപോലെ എഴുതിയിടുക എന്ന് വെച്ചാൽ നിങ്ങളിതിനെ ന്യായീകരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. താലിബാനിസത്തിനും ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ വന്നല്ലോ എന്നത്. ഓക്കെ, മധു എന്നോടൊപ്പം ചേരുകയാണ് കോട്ടാത്തലയിൽ നിന്ന്. ശ്രീ മധു. ഹലോ. ശ്രീ മധു കോട്ടാത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. മധു, ഈ പിണറായിലെ മാത്രം ഒരു രീതിയാണോ അതോ കോട്ടാത്തലയിലൊക്കെ ഇങ്ങനെയുണ്ടോ? 40 വയസ്സായ സ്ത്രീ ആരോടെങ്കിലും സംസാരിച്ചാൽ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന രീതി അവിടെയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് മുസ്ലിം സ്ത്രീകളോട് സംസാരിക്കാറുണ്ട്. പരസ്യമായിട്ട് തന്നെ ടൗണിൽ എവിടെ ചെണ്ട കാര്യം കൂടെ പഠിച്ചവരുണ്ട്. അവരെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹത്തിലാണ് ഞങ്ങളുടെ കടവടെന്നറിയോ ഇന്നും. ഇത് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു തലതിരിഞ്ഞ രീതി അവലംബിക്കാൻ എന്തായിരിക്കും കാരണം? അതിന് അഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞിട്ട് ആ കണ്ണൂർ ജില്ലയിലെ ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള SDFയുടെ എവിടെ ആയാലും SDFയുടെ ഈ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് തകർത്ത് അതായത് സാധാരണപ്പെട്ടവർക്ക് വീട് വെക്കാനുണ്ടാകും കൊടുക്കും. ഈ സാധാരണപ്പെട്ട ആദിവാസികൾക്കും മറ്റുള്ള വിവാദപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കും. ഇത് കേരളത്തിൽ നിന്നും നടക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മൾ പല മേഖലകളിലും കേരളമായാലും കർണാടകത്തിലായാലും ആന്ധ്രയിലും ഇവിടുത്തെ പല മേഖലയിൽ ജോലി ചെയ്യുമ്പം ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കർണാടകത്തിൽ ഭട്കള എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിം മേഖല ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് അറിയിക്കുന്നത്. പക്ഷേ
കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്ചര്യപ്പെടുത്താം. ഇത്രയും വർഷമായിട്ട് നമ്മളൊക്കെ പല മേഖലയിൽ മുസ്ലിങ്ങളെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ തന്നെ ജോലി ചെയ്തിട്ട് വരുന്നത് എന്ത് സ്നേഹത്തോടാണ് അവർ ഇടപെടുന്നത് എന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. അവരോടൊക്കെ എത്ര സ്നേഹത്തോടെ ഇടപെടുന്നത്, വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ പോയോ വന്നോ എന്നൊക്കെ അന്വേഷിക്കും. പക്ഷെ ഇവിടെ ഇത് നടക്കുന്ന ഇതൊരു ഈ ഒരു മുസ്ലിം സമുദായത്തിന്റെ ചില വിഭാഗങ്ങൾ എന്തോ ദുരുദ്ദേശത്തിലൊടുക്കൽ മാത്രമാണ് ഇത്ര സംഘടനകൾ ഉണ്ടാക്കുന്നതും അത് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് മാത്രം ഇവരെ പിടിച്ച് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉള്ള 3 പേരെ മാത്രമാണ് അതിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു പൊതുപ്രവർത്തകനും കൂടിയാണ്. ഇത്തരം സംവിധാനങ്ങളെ കേരളത്തിൽ കാണുമ്പോൾ ഏത് വകുപ്പ് ഏത് മന്ത്രിസഭ വന്നാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അത് ഹിന്ദു മുന്നണി അല്ല ഹിന്ദുക്കളുടെ വിഭാഗത്തിലുള്ള ഇത്ര വർഗീയ സൃഷ്ടിക്കുന്ന ആൾക്കാരായാലും മുസ്ലിം വിഭാഗത്തിലായാലും ക്രിസ്ത്യൻ വിഭാഗത്തിലായാലും ഏത് വിഭാഗത്തിലും ഉൾക്കൊള്ളാൻ കേരളത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ആത്മാഭിമാനമുള്ളവരും പറ്റത്തില്ല. പിന്നെ സാംസ്കാരിക നായകന്മാരൊക്കെ കാലങ്ങൾ തന്നെ കഴിഞ്ഞു. ഇന്ന് രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് പോക്കറ്റ് വീർക്കുന്ന നായകന്മാരാണ് പലരും. കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില പത്രവാർത്തകളും ഈ നിങ്ങളുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഈ നിമിഷം വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം ഈ ഒരു കഥ തള്ളി പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ അതാ ശ്രീ മധുവ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ശ്രീമതി ടീച്ചറുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. കേരളത്തിലെ വലിയ സാമുദായിക നേതാക്കളുണ്ട്, കേരളത്തിൽ പിന്നെ സാഹിത്യ നഭോമണ്ഡലത്തിലെ വെള്ളി നക്ഷത്രങ്ങളുണ്ട്, കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധരുടെ വലിയ നീണ്ട നിരയുണ്ട്. ആളുകൾക്കൊന്നും ഇത് പ്രതികരിക്കണമെന്നൊന്നും തോന്നുന്നില്ല. ഇത് നടന്ന ഇത് ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ തോതിൽ ഇവിടെ രാത്രി മെഴുകുതിരി കത്തിക്കലും ശാന്തമായി യാത്ര നടത്തലും എല്ലാം ചെയ്യുമായിരുന്നല്ലോ. ഇതെന്താണ് നമ്മുടെ കേരളത്തിൽ ഇതാകാം എന്നതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെ കാലം കഴിഞ്ഞു. ഇന്ന് വർഗീയതയുടെയും ജാതി സമവാക്യത്തിന്റെയും ശക്തമായ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുക. ഗുരുദേവൻ ഒന്നുകൂടി ജനിക്കേണ്ടി വരും. 52 വയസ്സ് ഉണ്ട് എനിക്ക്. ഈ 52 വയസ്സിൽ ഞങ്ങളാരും ഇത്ര വർഗീയമായ ജാതി സമാനം ഞങ്ങൾക്ക് ആരോടും ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട്. എവിടെയൊക്കെ പഠിക്കും, ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കാലത്തായാലും നമ്മുടെ കോളേജ് ജീവിതങ്ങളിലും വിദ്യാഭ്യാസ കാലത്തെല്ലാം നമ്മൾ എല്ലാവരോടും ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ജാതിസമായിട്ട് തോന്നില്ല. ഈ മതസംഘടനകളുടെ പ്രവർത്തനത്തെ സർക്കാർ കണ്ടീഷനായി അത് KPMS ആയാലും SNDP ആയാലും NSS ആയാലും ഏത് രാഷ്ട്രീയ ജാതി സംഘടനകളായാലും അതിനെ സർക്കാർ ശക്തമായി നിരീക്ഷിക്കുകയും അതിന്റെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അപകടത്തിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു ഇടവേള അനിവാര്യമാണെന്ന് ഇങ്ങനെ പ്രവീണ ഇടക്കിടയ്ക്ക് ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി ശിവദാസന്? സാറേ, എനിക്ക് നമസ്കാരം എന്ന് പറയുന്നില്ല, കാരണം ഈ വിഷയമായതുകൊണ്ട്. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എന്നെ ഈ നിലയിൽ എത്തിച്ചത് മുസ്ലിങ്ങളാണ്. എന്റെ ഭാഗത്ത് ഏത് മുസ്ലിം വീട്ടിൽ പോയിരുന്നാലും എന്നെ കയറിയിരിക്കാനും അവർ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുള്ള മുസ്ലിങ്ങൾ അവിടെ ഉള്ളത്. നമ്മുടെ മുസ്ലിങ്ങൾ അവരെ അങ്ങനെ നമുക്കൊരു വേർതിരിവ് കേരളത്തിലില്ല. ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, സ്നേഹമുള്ളവരാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞാൻ അതല്ല, ഇത് അതല്ലല്ലോ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞു വരട്ടെ, സംഭവത്തിൽ വരട്ടെ. പിന്നെ ഇവ കേരളത്തിൽ ഇപ്പോ കേൾക്കാൻ ഇവിടെ ഏത് പ്രതിപക്ഷമോ ഭരണപക്ഷോ ആര് സാറേ ഉള്ളത്? ഇവിടെ ആർക്ക് എന്തുവേണോ ചെയ്യാൻ. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സന്നദ്ധസംഘടനകളോ മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ സംഘടനകളോ ആരും മിണ്ടുന്നില്ല. കാരണം ഒരു കാര്യം മിണ്ടുന്നില്ല. കാരണം കേരളം എങ്ങനെ വെച്ചോട്ടെ, അവർക്ക് രാഷ്ട്രീയ വിഷയം വന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP അവർ തമ്മിലടിച്ച് അവർക്ക് MLA MP കിട്ടിയാൽ മതി. ഇവിടെ ജനങ്ങളുടെ എങ്ങനെ മറ്റൊരു കുഴപ്പമില്ല എന്നുള്ള ധാരണയാണ് ഇവിടുത്തെ അധികാരികളുടെ രീതി. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ദിലീപ് കുമാർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു കേട്ടോ. ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളുമാണ് മൊബൈൽ എന്നിവ വന്നതിന് ശേഷമാണ് ഇത്ര അധപ്പതനം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ മരിച്ചത് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചല്ല ദിലീപ് കുമാറിൻ്റെ വിഷമം. 2 സ്ത്രീകൾ മെഹന്തി ഇടുന്ന സ്ഥലം ചോദിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് അവർ മാപ്പ് പറയുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അതിൽ നിയമപരമായ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് നീങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആളുകൾ വിളിച്ചിരുത്തി കൊണ്ടുപോയി കൂട്ടവിചാരണ ചെയ്ത് അങ്ങനെ നാട്ടുകൂട്ടങ്ങളിൽ ഈ താലിബാനിസം കൊണ്ടുവയ്ക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം ഇതുകൊണ്ടൊന്നും തടയാനാകില്ല. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. നാട്ടുകൂട്ടങ്ങൾ വിളിക്കുക, ആളുകളെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവരിക, വിചാരണ ചെയ്യുക, സ്ത്രീ പുരുഷനോട് സംസാരിച്ചതിന് ചോദ്യം ചെയ്യുക, എന്നിട്ട് എന്തോ വലിയ മഹാമോശം കാര്യം ചെയ്തു ഒരു പുരുഷനോട് സംസാരിച്ചാൽ പിന്നെ ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ് എന്ന് അങ്ങനെ ആണയിട്ട് അടിച്ചേൽപ്പിച്ച്
അവളുടെ നെറ്റിയിൽ കുത്തിവെക്കുക, എന്നിട്ട് മോശക്കാരിയാണെന്ന് ചിത്രീകരിച്ച് നാട്ടിൽ അപമാനിതയാക്കുക, ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഒരു സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരിക. അവിടെയും അവളൊരു പ്രതിഷേധമായിരുന്നു എന്നതാണ് പൊതുവേദി കാണുന്നത്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ജോസഫ് എൻ ഡി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പിണറായി വർഗീയ ഫാസിസ്റ്റുകൾക്ക് കീഴടങ്ങിയോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇസ്രായേലിനെ തെമ്മാടി എന്ന് വിളിച്ച അദ്ദേഹം ഈ സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദികളായ ഇവരുടെ പ്രവൃത്തിയെ തെമ്മാടിത്തരം എന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നു. ഏതായാലും അങ്ങനെ വിളിച്ചാൽ അതിന് അദ്ദേഹത്തിന് എല്ലാ കേരളം അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അത് സഭ്യമല്ലാത്ത ഭാഷയാണെങ്കിൽ കൂടിയും. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം നൂറുദ്ദീൻ ചേരുന്നുണ്ട്. നൂറുദ്ദീൻ, ശ്രീ നൂറുദ്ദീൻ ആ നാട്ടുകാരനാണ് അല്ലേ? നൂറുദ്ദീൻ കേൾക്കാമോ? ഓ, കേൾക്കാം. താങ്കൾ ഈ സ്ഥലത്തുള്ള ആളാണല്ലേ? കായലോടല്ലേ, ഈ പറമ്പായി ചേരി കമ്പനി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സംഭവം നടന്നിട്ടുള്ളത്. അത് ശരി. അവിടെ ചെറിയൊരു SDPI ശക്തി കേന്ദ്രമാണ്. പണ്ട് മജീദ് പറമ്പായി എന്ന് പറഞ്ഞിട്ട് PDP ഒക്കെ ഉണ്ടായ സമയത്തുള്ള ഒരു വല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ചില ഏതോ തീവ്രവാദി ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരാൾ അവിടെ പണ്ടൊരു അല്ലേ പറമ്പായി പ്രദേശത്ത് ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് പഴയ ഡെഡ് ബോഡി എന്തോ കുഴിക്കുന്നത് ഒക്കെ ഞാൻ ഒരിക്കൽ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. മുമ്പ് പക്ഷെ അവിടെ പിന്നെ ഈ മതത്തിന്റെ ഒന്നല്ല, മതത്തിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്യുന്ന ഒരു സംഭവം അവിടെ മുമ്പ് നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ SDPI എന്ന് പറഞ്ഞാല് മതമായിട്ട് ഒരു ബന്ധം. അങ്ങനെയാണെങ്കിൽ ഒരു കുരുവിനേക്കാളും നിസ്സാരമായ ഒരു ജീവിനെ നമ്മൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ പേരിൽ പരലോകത്ത് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പോ അതാണ് മതത്തിന്റെ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഇവര് തന്നെ ഈ വലിയ അപകടമല്ലേ ഇതൊക്കെ തരുന്ന ഒരു മെസ്സേജ് എന്താ നമുക്ക് പൊതുസമൂഹത്തിന്റെ ഇടയിൽ? ഇതിപ്പോ നാളെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? ഇത് പിന്നെ ഈ ഇതുപോലത്തെ തീവ്രവാദ സംഘടനകളെ നിരോധിച്ചുകൊണ്ട് അവരെ പ്രവർത്തനം ഇല്ലാതാക്കിക്കൊണ്ടല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടുത്തെ ഒരു സാഹോദര്യവും സൗഹൃദവും ഇതിപ്പോ നമ്മളൊക്കെ പുറത്തു പോയാൽ ആരൊക്കെയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഉടനെ പിടിച്ചുകൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ കൊണ്ട് ഇങ്ങനെ വിചാരണ ചെയ്ത് 5 മണിക്കൂർ ഒടുവിൽ ആ സ്ത്രീക്ക് ഗത്യന്തരമില്ല. ഇനി ആളുകളുടെ മുഖത്ത് നോക്കിയാൽ താൻ ഒരു മോശപ്പെട്ടവളാണ് എന്ന് മുദ്ര കുത്തിയപ്പോൾ പിന്നെ ആ സ്ത്രീ മരിച്ചു. ആ മരിക്കുമ്പോഴും ഒരു പ്രതിഷേധത്തിൻ്റെ കടലാസ് അവർ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. അതിപ്പോൾ പുറത്തു വന്നു. അതുകൊണ്ട് ഈ 3 പേർ അകത്തായി. ഇനി അകത്തായവൻ അധികം വൈകാതെ പുറത്തിറങ്ങും. ഇത് വീണ്ടും ആവർത്തിക്കും. പക്ഷേ ഇവിടെ ആ നാട്ടിലൊരു പ്രതിഷേധം ഉണ്ടാകുമോ ശ്രീ നൂറുദ്ദീൻ? ആ ജനങ്ങൾ ഇതിനെതിരെ ഇത് ശരിയല്ല എന്ന് പറയുമോ? അവിടെ രണ്ടഭിപ്രായം ഞാനിപ്പോ അന്വേഷിച്ചപ്പോ രണ്ടഭിപ്രായം കാണുന്നുണ്ട്. ഒന്ന് പിന്നെ ഈ മരിച്ച കുട്ടിയുടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മകനാണ് ഒരു പ്രതി. ഒന്നാണെങ്കിൽ ഇവരൊരു മകളെ ഭർത്താവോ അങ്ങനെയാറ്റാണ്. അപ്പൊ അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം. കാരണം ഈ മറവെച്ചുകൊണ്ട് എന്തെല്ലോ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവരെ ഈ ഉമ്മാന്റെ ഒക്കെ ഇത് വാക്കുകൾ വരുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ ബന്ധുക്കൾ അങ്ങനെ അതിൽ ഇടപെട്ടു. അതിനെ പറഞ്ഞു തിരുത്തേണ്ട ഒരു പാർട്ടിയാണല്ലോ SDPI. മാത്രമല്ല, ബന്ധുക്കൾക്ക് ഇത് അവരുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് തന്നെ വിചാരിക്കുക. അഭിപ്രായ വ്യത്യാസം വരാന്നാൽ അവരത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എങ്കിലും തോന്നി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ബന്ധുക്കളോട് ചെന്ന് പറയാം. ഇത് ആരെങ്കിലും ചെയ്യുമോ? എൻ്റെ മകളാണെങ്കിൽ ഞാൻ എത്ര വലിയ വർഗീയ തീവ്രവാദി ആയിക്കോട്ടെ, ഇതുപോലെ പൊതുനിരത്ത് കൊണ്ടുപോയി വെച്ച് വിചാരണ ചെയ്യുമോ? അതാണ്. അപ്പൊ പിന്നെ എന്ത് ബന്ധുക്കളെന്നാണ് പറയുന്നത്? ഇവർ ശത്രുക്കളാണ് അവരുടെ സത്യത്തിൽ, ബന്ധുക്കളല്ല. തീർച്ചയായിട്ടും ഒരു ജീവൻ ഇങ്ങനെ നഷ്ടപ്പെടുത്തുക, പിന്നെ ആരോടെങ്കിലും സംസാരിച്ചതിന്റെ പേരിൽ അതും ഇതെന്താ ഇത് താലിബാനിസ് അല്ല, അതിനപ്പുറം എത്തിയോന്ന് എനിക്ക് നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. ഏതായാലും ആ നാട്ടിൽ ഒരു വിഭാഗം ആളുകളെങ്കിലും ഇതിനെതിരെ ഇത് ശരിയല്ല എന്ന് കരുതുന്നുണ്ട് അല്ലേ സിന്നൂറിന്? വലിയ 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു രൂപം കിട്ടുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ഇത് രാജ്യം ഏതാണ്? ഇന്ത്യയല്ലേ? ഇത് കേരളല്ലേ? ഇതിപ്പോ നമ്മളൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ കാണാൻ ആൾക്കൂട്ടം മറ്റുള്ളതൊക്കെ. ഇത് അതല്ലല്ലോ. ഇത് സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ നടു റോഡിലിട്ടിട്ട് മാനസികമായിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുകയും അവരെ പിന്നെ മാനസികമായി തളർത്തുകയും ചെയ്ത് ആ കുട്ടി പോയിട്ട് പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ ഈ നമ്മളെ ഈ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉണ്ടാവുമ്പോൾ ഇത് സീരിയസ് ആയിട്ട് പിന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അവരെ പുറത്തിറങ്ങാൻ വിടരുത് എന്നുള്ള ശ്രീ നൂറുദ്ദീൻ, ഇത് അവിടുത്തെ ഒരു ആദ്യ സംഭവമാണ്. അങ്ങ് നാട്ടുകാരനാണല്ലോ. ഇത് സ്ഥിരം അവിടെയൊക്കെ സാധാരണ രീതിയിൽ നടക്കുന്നതാണ്. അങ്ങനെയാണോ? അത് ഈ പെൺകുട്ടി മരിച്ചപ്പോൾ ഇത് ആദ്യമായിട്ട് പുറത്തു വന്നതാണോ? അവിടെ ഇവരെ ഒരു ശക്തി അവിടെ ഉണ്ട്.
അവിടെ പിന്നെ ഈ SDPI എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. അവര് മാത്രമാണ് മതം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. അത് ഒരു വിഷയം തന്നെയാണ്. അപ്പോ പിന്നെ ഇതിനു മുമ്പും എന്തൊക്കെയോ മിസ്സിംഗ് ഒക്കെ ആയിട്ടുണ്ടല്ലോ, അവിടുന്ന് ആരെയൊക്കെ കാണാതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പൊക്കെ ഇവര് വന്ന ആ സമയം മുതലാണ് അവിടെ പിന്നെ ഇങ്ങനെ ഒരു രണ്ടാവുകയും ജനങ്ങളുടെ ഇടയിൽ ഒരു പിന്നെ അവിടെയുള്ള സൗഹൃദം നഷ്ടപ്പെട്ടു, സഹവർത്തിത്വം ഒന്നും ഇല്ല ഇപ്പൊ. ഇപ്പൊ പിന്നെ ഇവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും, മതത്തിന്റെ കാര്യങ്ങൾ പോലും ഇവര് തീരുമാനിക്കുന്ന അവസ്ഥയാണ്. പൊതുപ്രവർത്തകർക്ക് റോളില്ല, ഇങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ, അത് ആ ഏരിയ ഒരു മോസ്കോ ആണ് ഇവരെ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ ഇവരെ സപ്പോർട്ട് ചെയ്യാനാണ് അവിടെയുള്ള ആളുകളെ ഭാഗത്തുനിന്ന്. ഞാനിന്ന് വിളിച്ച ഒരു 2-3 പേര് പറഞ്ഞത് പിന്നെ ഇത് ഇങ്ങനെയാണ്, വേറൊരു മതസ്ഥനാണെന്ന് പോലും പറഞ്ഞ ആളുണ്ട്. അന്യമതസ്ഥനോട് സംസാരിക്കരുത് എന്ന് പറയുന്ന ഇതെങ്ങോട്ടാ ഇവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഇപ്പം ഈ കുടുംബക്കാരാണ്, അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് ഞങ്ങൾക്കിത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് പറയാൻ എന്ന് പറഞ്ഞ് ആ സ്ത്രീയോട് വളരെ ശാന്തമായിട്ട് പറയാമായിരുന്നു. എന്തെങ്കിലും അവർക്കിപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും അപകടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ 40 വയസ്സായാലും മനുഷ്യർ അപകടങ്ങളിലൊക്കെ ചെന്ന് പെടാലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെന്ന് വേണമെങ്കിൽ സൗമ്യമായി വിളിച്ചു പറയും. ഇതൊരു ആൾക്കൂട്ടം വന്ന് ഒരുത്തരെ പിടിച്ച് തല്ലുന്നു, അതിനുശേഷം വിളിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് ഇരിക്കുന്നത് പോലെ ഈ ആളുകൾ ഇരിക്കുന്നു. എന്നിട്ട് വിചാരണയിൽ അവരെ സാക്ഷികളെ വിളിച്ചു വരുത്തുന്ന പോലെ ഈ സ്ത്രീയുടെ അച്ഛനെ വിളിച്ചു വരുത്തുന്നു. ആ ബൈറ്റൊക്കെയാണ് അങ്ങ് ചെല്ലാൻ പറയുകയാണ്. അങ്ങ് ചെല്ലാൻ പറയാ, ഇതൊക്കെ ആ സമൻസ് അയച്ച് വരുത്തുന്ന പോലെ വിളിപ്പിച്ചു വരുത്തി. സാർ ഇതിന് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനോ നിയമോ ഒന്നും ഇനി ഇവിടെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലാ ജനങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാരാ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഏതായാലും ശ്രീ നൂറുദ്ദീനെ പോലുള്ള ആളുകൾ വലിയ പ്രതീക്ഷ നൽകുന്നു. കാരണം ഇതിനെതിരെയൊക്കെ അവിടെ നിന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ അത് പൊതുവേദിക്ക് വലിയ ഊർജ്ജവും ആവേശവും നൽകുകയാണ്. കാരണം ഇത് ആ നാട്ടിലുള്ള ആളുകൾ കൂടി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിയമങ്ങൾക്കൊരു പരിധിയുണ്ട്. ഇതുപോലെയുള്ള പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇതില് രാഷ്ട്രീയമോ മതമോ ഒന്നും കാണാതെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവൻ അപകടപ്പെടുത്തിയ ഒരു സംഭവമായിട്ട് എടുത്തുകൊണ്ട് ഇതില് ശരിക്കും നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്നുകൊണ്ട് മാതൃകയാക്കാനുള്ള സംവിധാനമാണ് ഇനി വേണ്ടത്. അതിനെല്ലാവരും ഇറങ്ങണമെന്നുള്ളതാണ് നമ്മളൊക്കെ അഭിപ്രായം. ഞാൻ ഒരു NCP ലീഡർഷിപ്പ് മഹാരാഷ്ട്ര മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, നോക്കട്ടെ. ഏതായാലും വളരെ നന്ദി. ശ്രീ നൂറുദ്ദീനെ പോലുള്ള ആളുകൾ ആശയാകുകയാണ്, ആവേശമാവുകയാണ്. ഇത് പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഇവർ ജയിലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങും, ജാമ്യം കിട്ടും, വലിയ വക്കീലന്മാരെത്തും, ഇവരെ അവിടെ നിന്ന് മോചിപ്പിക്കും. തുടർന്ന് വീണ്ടും തങ്ങളെ നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉദ്ഘോഷത്തോടു കൂടി അവർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങും. ഇതുപോലെയുള്ള താലിബാനിസത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കൃത്യങ്ങളിലേക്ക് അവർ കടക്കും. പക്ഷേ അവിടെ സംഘടിതമായി ജനം ഇത് പറ്റില്ല എന്ന് പറയുന്നൊരു ദിനം വന്നാൽ പത്തിമാൾ താഴ്ത്തി ഇവർക്ക് തിരിച്ച് മാളങ്ങളിലേക്ക് പോകേണ്ടി വരും. ഒരിടവേള കൂടി എനിക്ക് അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരും. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ദിലീപ് കുമാർ ഇത് പിണറായിയുടെ നാടാണ്, പിണറായി പോലീസ് സ്റ്റേഷന് കീഴിലാണ്, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രദേശമാണ്, മണ്ഡലമാണ് എന്നൊക്കെ പറഞ്ഞത് വേദനിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ 4 വോട്ടിന് വേണ്ടി അവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ അങ്ങനെയുള്ളൊരു വിഭാഗം അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്ത് നടന്നാലും പിണറായിക്ക് കിടക്കപ്പുറതിയില്ല എന്നുള്ളതാണ്. അത് ശ്രീ ദിലീപ്, അത് അങ്ങയ്ക്ക് പിണറായി വിജയന് ഇഷ്ടമാണ്, അങ്ങയ്ക്ക് അത് നല്ലതാണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭരണാധികാരികൾക്ക് നേരെ ആളുകൾ വിരൽ ചൂണ്ടും, അത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്. അത് പിണറായി വിജയനും അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഇത് പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു എന്നല്ല, ഈ നാട്ടിൽ ഒരു നടക്കാൻ പാടില്ലാത്ത സംഭവം നടന്നാൽ ഈ നാട്ടിലെ ജനക്കൂട്ടം അത് വിരൽ ചൂണ്ടുന്നത് ആ അധികാരികൾക്ക് നേരെയാണ്. നമ്മുടെ പഴയ സുഷമാ സ്വരാജിൻ്റെ ഒരു കവിത എടുത്ത് പാർലമെൻറ്റിൽ അവർ പറഞ്ഞല്ലോ, നിങ്ങൾ അതും ഇതും പറയാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കവിതയിൽ പറയുന്നതാണ് ഇത് ഈ ഒരു വണ്ടി കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നൊരു കവിത എടുത്താണ് അവരന്ന് പാർലമെൻറ്റിൽ സംസാരിച്ചത്. അത് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. അപ്പോൾ ഒരു നാട്ടിൽ അനീതി നടക്കുമ്പോൾ, അവിടെ നിയമവാഴ്ച നഷ്ടമാകുമ്പോൾ ആ ഭരണാധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതല്ലേ സ്വാഭാവികം? അവർ കുറേ കൂടി കർക്കശത്തോടെ ഇത് നടപ്പിലാക്കും എന്ന് വിശ്വസിക്കുന്നിടത്തല്ലേ നമുക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധമുണ്ടാകുക? അപ്പോൾ ഇത് ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കൈകഴുകാൻ ഈ നാടിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ? അങ്ങനെയല്ലല്ലോ പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നത്.
ഭാരതാംബയുടെ ഇഷ്യൂ വന്നല്ലോ, ശക്തമായ പ്രതിഷേധമുണ്ടായില്ലേ അവിടെ? എന്തേ അതേപോലെ ഒരു പ്രതിഷേധം പിണറായിയിൽ ഉണ്ടാകാത്തത്? അത് സംഘടിപ്പിക്കാൻ പിണറായി വിജയന് കഴിവില്ലാഞ്ഞിട്ടാണോ? അതോ അത് സംഘടിപ്പിക്കാൻ അവിടുത്തെ പുരോഗമനമായി ചിന്തിക്കുന്ന ആളുകൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? ആ ചോദ്യം ജനാധിപത്യ കേരളം ഉയർത്തുക തന്നെ ചെയ്യില്ലേ? അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ആരോപണമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതിനപ്പുറത്തേക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കെതിരെ കേരളം സംഘടിത ശക്തിയായി നിൽക്കും എന്ന് പറയാനുള്ളൊരു ആർജവം ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാണിക്കേണ്ടതല്ലേ? എനിക്കതിൽ പ്രതിപക്ഷ നേതാവിനോട് അത് തന്നെയാണ് പറയാനുള്ളത്. ദിലീപ്, പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും എല്ലാം ശക്തമായി ഉയർത്തേണ്ടത് ഇത് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ഒരു തീരുമാനമാണ്. ആ ആർജവമാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂ തിങ്കർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഓക്കെ ന്യൂ തിങ്കർ, ഏതായാലും നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDP എന്ന ബാനറിൽ വന്നിട്ടുള്ളത് എന്ന് ന്യൂ തിങ്കർ പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഇക്കൂട്ടരെ പിണക്കാൻ താല്പര്യമില്ല എന്നാണ് ഗ്ലാഡിയേറ്റർ പറയുന്നത്. ഓക്കെ, ഇത് എന്തൊക്കെയായാലും ഇത് ഭരണത്തിൻ്റെ പോരായ്മയായി മാത്രം വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. കേരളം ഉയർന്നു നിന്നുകൊണ്ട് പറയേണ്ടതുണ്ട്, ഇത് ജനാധിപത്യ മതേതര കേരളമാണ്, ഇതൊരു താലിബാൻ നാടാക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ക്രമസമാധാനം, മതസംഘടനകൾ അതിന് നേരെ ഒരു വെല്ലുവിളി ഉയർത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ 80% ആളുകളും ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ നടത്തുന്ന പേക്കൂത്തിനെ എതിരെയുള്ള ശബ്ദമാണ് ഉയർത്തുന്നത്. 80% ആളുകൾ പറയുന്നു അവർ ക്രമസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്നു എന്ന്. 20% ആളുകൾ മറിച്ചും അവർ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും കേരളം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നൊരിടമാണ് കേരളം. അവർ നമ്മുടെ എല്ലാ മേഖലകളിലും അവരുടേതായ ആധിപത്യം പുലർത്തുന്നൊരിടമാണ് കേരളം. അങ്ങനെ ഒരു കേരളത്തിൽ സ്ത്രീകളെ പിന്നോട്ടടിക്കുന്ന, സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന, സ്ത്രീകളെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആശയത്തിൻ്റെ ഭൂടപടം ഇനി അവരുടെ മുഖത്തിടാൻ അനുവദിക്കാത്ത ഒരു പുതിയ ജനതയായി ഉയരാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ഉന്നയിച്ചുകൊണ്ട് പൊതുവേദി വീണ്ടും വരും. നന്ദി, നമസ്കാരം.